ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെൻഷ്യസിലെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കുന്ന ഹോം മെയ്ഡിങ് ഐസ് ക്യാൻഡിയാണ്. ഇപ്പോൾ നമുക്ക് അത് ഐസ് ട്രേയിൽ വെച്ചാണ് ഉണ്ടാക്കുന്നത്. ആ വീഡിയോ നമുക്ക് കാണാം. വായോ, ഫ്രീസറിൽ നമുക്ക് ഐസ് ട്രേ എടുക്കാം. വായോ, അപ്പോൾ നമുക്ക് ഐസ് ട്രേ എടുക്കാം. ഇത്രയുള്ള ഐസ് ട്രേ ആണ് എടുക്കേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഐസ് ട്രേ കഴുകി എടുക്കാം. കുറേ നാളായി ഞങ്ങളിത് ഉപയോഗിച്ചിട്ട്. അങ്ങനെ ഐസൊന്നും വെക്കാറില്ല, ഞങ്ങൾ തണുത്ത വെള്ളമാണ് വെക്കാറുള്ളത്. നമുക്കൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ നമ്മൾ അത് കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ ടാങ്കാണ്. ടാങ്കാണ് ആദ്യം നമ്മൾ ഇതിനകത്തോട്ട് ഒഴിക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ സാധാ പാല്, അതിന് പാലിനകത്ത് കളറ് ചേർത്ത് അതേപോലെ പല പല സാധനങ്ങളാണ് ആക്കുന്നത്. പല പല കളറിൽ നിന്നാണ്. അപ്പോൾ നമുക്കത് ഉണ്ടാക്കാൻ പോവാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഫസ്റ്റ് തന്നെ ടാങ്കാണ്. ടാങ്ക് ഞങ്ങൾ മാംഗോ ഫ്ലേവറാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് അത് ഉണ്ടാക്കുന്ന കാണിച്ചു തരാം. വായോ. അപ്പോൾ ഞങ്ങൾ ഒരു കാര്യം കൂടെ പറയാനാണ്, താഴത്ത് വെട്ടം സെറ്റാത്തതുകൊണ്ട് നമ്മുടെ ടെറസിൻ്റെ മണ്ടയ്ക്ക് വന്നാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ പലരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. ഞങ്ങൾക്ക് ഈ വീഡിയോയിൽ ഒരു 100 ലൈക്ക് വേണമെന്നാണ് ആഗ്രഹം. നിങ്ങളൊക്കെ ഒന്ന് തരണം പ്ലീസ്. അപ്പോൾ നമുക്കത് ഉണ്ടാക്കാം. വാ, നമുക്ക് ടാങ്ക് വെള്ളത്തിനകത്തോട്ട് മിക്സ് ചെയ്യാം. വാ, കാണിച്ചു തരാം. ഈ വെള്ളത്തിനകത്താണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. കുറച്ച് വെള്ളം മതി. ആകെ നമുക്ക് ഈ 4 ഓട്ടയ്ക്കകത്ത് മാത്രം മതി. അതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ മിക്സ് ചെയ്യാം. നമുക്ക് ടാങ്ക് ഇടാം. കുറച്ച് വേണം, അല്ലെങ്കിൽ അങ്ങോട്ട് ടേസ്റ്റ് വരത്തില്ല ടാങ്കിൻ്റെ. ഇപ്പോൾ നമുക്ക് ഇളക്കി കൊടുക്കാം. വേറൊരു കാര്യം മറന്നുപോയി, പഞ്ചസാര എടുക്കാൻ നമ്മൾ മറന്നിട്ടുണ്ട്. അയ്യോ, പഞ്ചസാര എടുക്കാൻ നമ്മൾ മറന്നിട്ടുണ്ട്. അന്ന് പഞ്ചസാര എടുത്തിട്ടും വരാം. ഫായ്സ് പഞ്ചസാര എടുക്കാൻ വേണ്ടി തറയിൽ പോയിട്ടുണ്ട്. അതുവരെ നമുക്കിട്ട് ഇതൊന്ന് ഇളക്കാൻ വേണ്ടി പറഞ്ഞിട്ടാണ് ഞാൻ പോയിരിക്കുന്നത്. നമ്മൾ കുറച്ച് ടാങ്കുകളായിരുന്നു ഉള്ളത് വെച്ചാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്ര എടുത്തിട്ടുണ്ട്, എന്നാലും പകുതിയോളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അത് വെച്ച് നമുക്ക് കലക്കി ഫായ്സ് പറഞ്ഞിട്ട് പോയതാണ്. എന്നിട്ട് നമുക്ക് കലക്കി വെക്കാം. നമുക്ക് ഇതൊക്കെ ഇതിനകത്തോട്ട് ഒഴിക്കേണ്ടതാണ്. നമ്മൾ പറഞ്ഞായിരുന്നല്ലോ എല്ലാം. ഇത് ഇവിടെ. അപ്പോൾ നമുക്ക് ഓരോ സാധനത്തിനകത്ത് ഓരോന്ന് വെച്ചായിരിക്കും ഒഴിക്കുന്നത്. ചിലപ്പോൾ ഇതിനകത്ത് ടാങ്ക്, ചിലപ്പോൾ ഇതിനകത്ത് സാധാ പാലായിരിക്കും, ചിലപ്പോൾ ഇതിനകത്ത് ഇതായിരിക്കും മറ്റേ കളറുള്ള പാല്. എന്നിട്ട് നമ്മൾ താഴെ പോയി പഞ്ചസാര എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്, മറന്നതാണ്. അപ്പോൾ പഞ്ചസാര നമുക്ക് അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇത്രയെങ്കിലും വേണമായിരിക്കും. ഇച്ചിരി കൂടുതൽ വേണം, അല്ലെങ്കിൽ മധുരം കാണത്തില്ല. ടാങ്കിൻ്റെ ഇച്ചിരി പുളി കാണും. അതിട്ട് ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും മധുരം അനുസരിച്ച് ഇട്ടാൽ മതി. ഇളക്കി കൊടുക്കാം. മാറ്റി വെക്കാം. ഇളക്കി കുറച്ച് നേരം ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി, അല്ലെങ്കിൽ പഞ്ചസാര അടിയിൽ പിടിച്ച് നിൽക്കും, മധുരം കാണത്തില്ല. കുറച്ചേരം ഇളക്കി കൊടുക്കാം. മിക്സിയിലിട്ട് അടിക്കുന്നവർ മിക്സിയിട്ട് അടിച്ചാൽ മതി. ഞങ്ങൾക്ക് മിക്സിയിട്ട് അടിക്കാൻ അറിയാത്തതുകൊണ്ടാണ്, അല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ അടിച്ചേനെ. അതുകൊണ്ട് നമ്മൾ കലക്കി കൊടുത്താൽ മതി. ആ സമയം വരെ നമുക്ക് ഇളക്കാം. എല്ലാം ചെയ്യുന്നത് വെട്ടം സെറ്റാകാൻ വേണ്ടിയാണ്. ടെറസിൻ്റെ മണ്ടയ്ക്കാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. ഇന്നിട്ട് ഇങ്ങനത്തെ ഉണ്ടാക്കുന്ന വീഡിയോ എല്ലാം വരുന്നത് എല്ലാം ടെറസിൻ്റെ മണ്ടയ്ക്കായിരിക്കും. ഓക്കെ, ഇത് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ അത്യാവശ്യം കുറേ നേരമായിട്ട് ഇളക്കിയാണ്. നമുക്ക് ഇതിനകത്ത് ഒഴിച്ചുകൊടുക്കാം. സ്പൂൺ വെച്ചാണ് ഒഴിക്കുന്നത്. അത് താഴെ വീഴാതിരിക്കാനാണ്. അപ്പോൾ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതായത് സാധാരണ ഒഴിച്ച് നോക്കാം. സ്പൂൺ പിടിച്ചേക്കാം. അപ്പോൾ താഴെ വീഴും, എനിക്ക് പേടിയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ബോക്സിനകത്ത് ഇത്രയും നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അടുത്ത് ഇതിനകത്തോട്ടാണ്. അപ്പോൾ ഇത് തന്നെയല്ല ഒഴിക്കുന്നത്, വേറെ എന്തെങ്കിലും ആയിരിക്കും നമ്മൾ ഒഴിക്കാൻ പോണത്. അപ്പോൾ നമുക്ക് നോക്കാം. ചിലപ്പോൾ എല്ലാം സെറ്റായാൽ നമ്മൾ വേറെ ഒന്നും ഒഴിക്കുന്നില്ല. ഇപ്പം നമ്മൾ പാലെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പാല് ഇതിൻ്റെ അകത്തോട്ട് ഞങ്ങളൊന്ന് അളവ് അനുസരിച്ചൊന്ന് ഒഴിച്ച് നോക്കിയാണ്. അപ്പോൾ ഇത്രയും പാല് നമുക്ക് ഉള്ളു. ഇപ്പോൾ നമുക്ക് ഇത് ഒഴിച്ച് നമുക്ക് അതിൻ്റെ അകത്ത് കളറും ചേർക്കണം. അപ്പോൾ നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഈ 3 കളറാണ് ഞങ്ങൾ ചേർക്കുന്നത്. നമുക്ക് പാലിങ്ങനെ ഒഴിച്ചൊഴിച്ച് കൊടുക്കാം. ഇതിനകത്ത് ഒഴിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പാൽ എല്ലാത്തിനകത്ത് ഒഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ആദ്യം തന്നെ പിസ്ത ഫ്ലേവർ കളർ ചേർക്കാം. നമ്മൾ സ്പൂണിനകത്ത് ഇച്ചിരി ഒഴിച്ചിട്ടാണ് 4 ചേർക്കുന്നത്. സ്പൂണിൻ്റെ ബാക്ക് വെച്ചൊന്ന് ഇളക്കി കൊടുക്കാം. അതുകൊണ്ട് ഇളക്കിയപ്പോൾ തന്നെ കളർ മാറി. അത് ഓവർ ആവല്ലേ, കുറച്ച് ഇത് നമ്മൾ ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ അടുത്തതിനകത്ത് നമുക്ക് ഇത് ചേർക്കാം. നമ്മൾ ഈ അതേപോലെ തന്നെയാണ് ഇതിൻ്റെ അകത്ത് ഒഴിച്ചെടുക്കുകയാണ്. ഇതിൻ്റെ അകത്ത് നല്ല കളറുണ്ട്, ഇതിനകത്ത് വരുന്നില്ല അധികം. കുറച്ച് വീതം ഒഴിച്ചാൽ മതി. മതി ഉണ്ട്. എന്നിട്ട് ഇവൻ്റെ കൈ ഫുള്ള് കളറായി, നേരത്തെ പച്ച കളറ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് കലക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഈ മഞ്ഞ ഒന്ന് മിക്സാക്കി കൊടുക്കാം. മഞ്ഞ തന്നെ പടർന്നായിരുന്നു നേരത്തെ. തന്നെ പടരുന്നുണ്ടെല്ലാം. അത് തറ ഇത്തിരി പോയി, അപ്പുറത്തോട്ട് പോകുന്നുണ്ട്. അപ്പുറത്തോട്ട് പോയാൽ നമുക്ക് പണി കിട്ടുക, മറ്റേത് ഒഴിക്കാൻ പറ്റത്തില്ല. ഈ റോസ് മിക്സ് എന്ന് പറഞ്ഞ സാധനമാണ് എടുക്കുന്നത്. നമുക്ക് അത്
ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ചെയ്തപോലെ തന്നെ കളർ മിക്സ് ചെയ്ത് വെക്കാം. അധികം കളറില്ല ഇതിന്, പക്ഷേ ഒഴിച്ചപ്പോൾ നല്ല കളർ ഉണ്ടായിരുന്നു. ഓ ആ സൈഡിൽ നല്ല കളർ, പല സൈഡിലും പല കളർ. ഇവിടെ രണ്ടിടത്ത് ഇവിടെ മാത്രമാണ് ഇച്ചിരി കുറവായിട്ടുള്ളത്, ബാക്കിയെല്ലാം കൂടുതലാണ് കളർ. അത് നമുക്കൊന്ന് ഒഴിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ അകത്ത് കമ്പ് കുത്തലാണ് ഇന്ന് നമ്മുടെ പരിപാടി. ഉപയോഗിക്കാത്ത ഈർക്കിൽ ഒടിച്ച് ഇങ്ങനെ കട്ടിയുള്ള താഴെ മാത്രം കട്ടിയാണല്ലോ അതിൻ്റെ പിടിക്കുന്നതാണ്, അത് മാത്രം നമ്മൾ എടുത്തിട്ടുണ്ട്. കട്ടിയുള്ള ഭാഗം നമുക്ക് ആവശ്യം, നമ്മൾ 2 എടുത്തിട്ടുണ്ട്. 2 കൂടുതൽ ആവശ്യം ഉണ്ടാകുന്ന അറിയത്തില്ല, എന്തായാലും നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ അകത്ത് കുത്തി കൊടുക്കാം. വാ, അപ്പം നമ്മൾ ഇത് 4 ആക്കി ഈർക്കിൽ ഒടിച്ചെടുത്ത് ഇനി വേറെ വലിയ പരിപാടിയൊന്നുമില്ല. നമ്മൾ വെറുതെ ഇങ്ങനെ വെച്ചെടുത്താൽ മാത്രം മതി. നേരത്തെ ഒടിച്ച് വെച്ച് കുറച്ച് ഈർക്കിൽ വേണം, കൂടിപ്പോയി ഒരു 3-4 ഈർക്കിൽ വേണം, എന്നാലും നമ്മളെടുത്ത് ഒടിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇതുവരെ നമ്മൾ ഉപയോഗിക്കാത്ത ഈർക്കിലാണ്, ഉണങ്ങിപ്പോയതാണ്, പച്ച ഈർക്കിലായിരുന്നു. ഇത് വെച്ച് ഉണങ്ങിപ്പോയതാണ്. ഈ കട്ടിയുള്ള ഭാഗം മാത്രമാണ് നമ്മൾ എടുക്കാറുള്ളത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇതാക്കി വെച്ച് കണ്ടോ, നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇത് വെള്ളം പോലെയാണ്, ഇനി ഇത് ഫ്രീസ് ചെയ്യാൻ വെക്കണം. അപ്പം നമ്മൾ ഇതെല്ലാം നമ്മുടെ ഫ്രീസറിൽ കയറ്റി വെച്ചിട്ടുണ്ട്. നല്ല തണുത്തിരിക്കുകയാണ്. ഈ ചൂട് സമയത്ത് നമുക്ക് കഴിക്കാൻ വേണ്ടി ഇതായിരിക്കും നല്ലത്. നമുക്ക് വെച്ച് നമ്മൾ ഇതൊന്ന് അടച്ചു കൊടുക്കാം. അടച്ച് നമ്മൾക്ക് ഈ 5-6 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് വന്ന് നോക്കാം. 3 hours later. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കുറേ നേരത്തെ കാത്തിരിപ്പിനോട് ഒരു 6 മണിക്കൂറൊക്കെ കഴിഞ്ഞ് നമ്മുടെ സാധനം സെറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഫ്രിഡ്ജിൽ സെറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. നമുക്കൊന്ന് അത് പുറത്തെടുത്ത് നോക്കാം. വാ, അപ്പോൾ നമ്മൾ ഒരു ഫ്രിഡ്ജ് തുറന്ന് കുറേ നേരത്തെ കാത്തിരിപ്പിനൊടിയിൽ നമ്മുടെ സാധനം സെറ്റ് ആയിട്ടുണ്ട്. അത് നല്ല കളറൊക്കെ ഉണ്ട്. ഇത് വലിച്ച ഊരി വരുമെന്ന് അറിയത്തില്ല. നമുക്കൊന്ന് ഇത് അടിച്ചെടുത്ത് നോക്കാം. അപ്പം നമ്മളത് കഴിച്ച് സെറ്റാക്കി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കഴിക്കുന്ന വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ അലുത്ത് ഭാഗങ്ങൾ മാത്രമാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കാണാൻ നല്ല ടേസ്റ്റ്. ക്യാൻഡി, ഐസ് ക്യാൻഡി, അത് ഭയങ്കര ടേസ്റ്റ്. പണ്ടത്തെ എല്ലാവരും ചെയ്യുന്ന ഒരു പരിപാടികളായിരുന്നു. അപ്പം നമ്മൾ ഇതിപ്പോൾ ഒന്നുകൂടി ചെയ്ത് നോക്കിയെന്നേ ഉള്ളൂ. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഈ പിസ്താൻ്റെ അതിന് ആ പച്ച കളറിന് അതിർത്തി എസൻസ് കൂടിപ്പോയി, അല്ലാതെ പ്രശ്നമൊന്നുമില്ലായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും വരാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ വീണ്ടും വരാം. പിന്നെ ക്യാമറാമാൻ ഫയാസിനോടൊപ്പം ആയിരിക്കും ഫുൾ വീഡിയോ ഇനി എപ്പോഴും വരുന്നത്. അടുത്ത വീഡിയോ വരാം. ബൈ ബൈ. Every night, I we play or die.